നമസ്കാരം. 70 പവനോളം സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപരമായി കൈക്കലാക്കി വഞ്ചിച്ചതിനെ തുടർന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതികളിൽ രണ്ടാമത്തെയാളും മരണത്തിന് കീഴടങ്ങി. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനട സ്വദേശിനിയും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുമായ ഐശ്വര്യയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. ഇതേ സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരിയും വെണ്ണിയൂർ നെല്ലിവിള ജയഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യയുമായ അഞ്ജു കഴിഞ്ഞ ശനിയാഴ്ച മരണപ്പെട്ടിരുന്നു. 2 യുവതികളുടെ ദാരുണമായ മരണത്തിന് ഇടയാക്കിയ ക്രൂരമായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വെങ്ങാനൂർ പനങ്ങോട് ശ്യാമളാലയത്തിൽ സിന്ധുകുമാരി എന്ന 53 വയസ്സുകാരി സ്ത്രീയെ പോലീസ് മലയൻകീഴ് മച്ചേലിയിലെ ബന്ധുവീട്ടിൽ നിന്നും അതിനാടകീയമായി അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സിന്ധുകുമാരിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ വിശദമായ റെയ്ഡിൽ നിരവധി വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ഒളിപ്പിച്ചു വെച്ചിരുന്ന ബിൽ ബുക്കുകളും ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളും കണ്ടെടുത്തു. ഇവരുടെ വിപുലമായ സാമ്പത്തിക ഇടപാടുകൾ, വിവിധ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫോൺ കോളുകളുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായി പരിശോധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പിടിയിലായ സിന്ധുകുമാരിക്കെതിരെ കോവളം പോലീസ് സ്റ്റേഷനിൽ മുൻപ് മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതടക്കം 2 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കൂടാതെ മലയൻകീഴ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ വഞ്ചനാ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തി. തനിക്കായി പോലീസ് വല വീശിയെന്ന് മനസ്സിലാക്കിയ സിന്ധു ആദ്യം വെള്ളായണിയിലേക്കും അവിടെ നിന്നും പിന്നീട് മച്ചേലിയിലെ ബന്ധുവീട്ടിലേക്കും ഒളിവിൽ പോവുകയായിരുന്നു. മുൻപ് സ്വർണ്ണ പണമിടപാട് സ്ഥാപനം നടത്തിയിരുന്ന പരിചയം വെച്ചാണ് സിന്ധുകുമാരി ഈ യുവതികളിലേക്ക് അടുത്തതും അവരുടെ വിശ്വാസ്യത വളരെ വേഗത്തിൽ നേടിയെടുത്തതും. യുവതികൾ 2 പേരും ജോലി നോക്കിയിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വരും ഉപഭോക്താക്കൾ പണയം വെക്കുന്ന സ്വർണം വാങ്ങി അതിലും കുറഞ്ഞ പലിശ നിരക്കിൽ KSEFയിൽ പണയം വെച്ച് തരാമെന്ന് ഇവർ വിശ്വസിപ്പിച്ചു. എന്നാൽ ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയ സ്വർണം KSEFയിൽ വെക്കുന്നതിനു പകരം വിപണിയിൽ വെച്ച് വിൽക്കുകയായിരുന്നു ഇവരുടെ സ്ഥിരം പറ്റിപ്പ് രീതി. ഇതിനായി നിശ്ചിത തുക കമ്മീഷനായി ഇവർ യുവതികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടങ്ങളിൽ വാങ്ങിയ സ്വർണം കൃത്യമായി തിരികെ നൽകി ജീവനക്കാരുടെ പൂർണ്ണമായ വിശ്വാസം സിന്ധുകുമാരി പിടിച്ചുപറ്റി. എന്നാൽ പിന്നീട് വലിയ അളവിൽ സ്വർണം കൈക്കലാക്കിയ ശേഷം ഇവർ മുങ്ങുകയായിരുന്നു. ഇതോടെ യഥാർത്ഥ ഇടപാടുകാർ സ്വർണം ചോദിച്ചെത്തിയപ്പോൾ യുവതികൾ ഭയന്ന് പലയിടങ്ങളിൽ നിന്നും പണം കടം വാങ്ങി പണയത്തൂക്കത്തിനുള്ള സ്വർണം വാങ്ങി നൽകാൻ തുടങ്ങി. കടബാധ്യതകൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി പെരുകിയതോടെയാണ് ജീവൻ ഒടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത്. അഞ്ജുവിൽ നിന്ന് 20 പവനും ഐശ്വര്യയിൽ നിന്ന് 50 പവനുമാണ് പ്രതി ഇത്തരത്തിൽ കബളിപ്പിച്ച് സ്വന്തമാക്കിയത്. ഇത്തരത്തിൽ കൈക്കലാക്കിയ വിലപിടിപ്പുള്ള സ്വർണമെല്ലാം കോവളത്തുള്ള മറ്റൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം SHO VD റജിരാജ്, SI കൃഷ്ണലാൽ, CPOമാരായ റെജിൻ, ഷീലു എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഈ ദാരുണമായ കൊലച്ചതിയുടെ ചുരുളഴിച്ചത്. എന്തായാലും 2 യുവതികളും ജ്യൂസിൽ വിഷം കലർത്തി കുടിച്ചാണ് മരിച്ചത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കും.